അപ്പോൾ ചങ്കൾ ഇതാണ് നമ്മളെ റൂം കേട്ടോ. ഇതൊന്ന് നോക്കി നിങ്ങൾ, ഈ റൂം കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഭ്രാന്തായി, ഇട്ടെറിഞ്ഞ് പോയാലോ എന്നൊക്കെ കരുതിയിനി. കാരണം നാട്ടിൽ വണ്ടിയിട്ടും കാര്യമില്ല, പിന്നെ എന്താ കാട്ടുക എന്നൊക്കെ നോക്കി. ഏതായാലും ഇങ്ങനെ ഒരു ചെറിയ റൂമും ഇവിടെ ഒരു ബാത്റൂമാണ് ഉള്ളത്. ബാത്റൂം സാധാ മോഡൽ ക്ലോസറ്റാണ്. പിന്നെ ബാത്റൂം കുഴപ്പമില്ല, നിന്ന് തിരിയാനൊക്കെ സ്ഥലമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കിച്ചണോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിൽ നിങ്ങളോട് പറയാം, ഞാനവിടെ ആയിരുന്നു ഭ്രാന്തായിട്ട് ഇങ്ങനെ ആലോചിച്ച് എന്താ അപ്പോൾ ഇത് ചെയ്യാറപ്പേ. അതിലാണ് ഏതായാലും നമ്മൾ നോക്കിയിട്ടേ ഞാൻ എൻ്റെ ഒരു പ്ലാനിങ് ഇരുന്നിട്ട് തയ്യാറാക്കി. എന്നിട്ട് ഞാൻ നോക്കട്ടെ എഴുതി. ഞാൻ അവനോട് പറഞ്ഞു ഈ ബാത്റൂം ഒന്ന് ചെറുതാക്കി തരണം, എനിക്കൊരു കിച്ചൻ്റെ സ്പേസൊക്കെ തരണം പറഞ്ഞു. കേട്ടോ, ഇതാണ് എൻ്റെ റൂം. ഏതായാലും അപ്പോൾ ഇതാണ് എൻ്റെ റൂം കേട്ടോ. ഇത് റൂമിൻ്റെ ഫ്രണ്ടാണ്, കുറച്ച് ചെടികളുണ്ട് ഇങ്ങനെ. ഇതാണ് ഡോറ്. ഈ ഡോർ അടച്ച് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാൻ ഡോറ് ഓപ്പൺ ചെയ്തു. ഇത് വളരെ ചെറിയ റൂമാണ് കേട്ടോ. വളരെ ചെറിയതെന്ന് പറഞ്ഞാൽ വെറും 2 മീറ്റർ നീളം 2 മീറ്റർ വീതി, അത് മാത്രമുള്ള ഈ റൂമിനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് വളരെ ബുദ്ധിമുട്ടി. ഞാൻ ഈ ചെറിയ കട്ടിലൊക്കെ ഇട്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഇങ്ങനത്തെ ചെറിയ കട്ടിലൊക്കെ എത്തുന്ന അഡ്ജസ്റ്റ് ചെയ്ത് കുക്കിങ്ങിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് ഞാൻ കഫീലിനോട് സംസാരിച്ചിട്ട് ഇത് പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓൺലൈനിലൊരു ഒരു കട്ടിൽ നോക്കി. ആ കട്ടിലാണ് ഇതിട്ടത് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ലക്കിക്ക് കിട്ടിയതാണ്. ലക്കിക്ക് പറഞ്ഞാൽ ഇവിടുത്തെ വില അനുസരിച്ച് അത്യാവശ്യം അയക്കണേ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എന്താ ഇതിനുള്ള ഉപകാരം കിട്ടി വെച്ചാൽ, ഇതിൻ്റെ അടിയിൽ എനിക്ക് ഒരുപാട് സ്ഥലം കിട്ടി. ഇപ്പം ഞാനവിടെ ഒരു ചെയർ ഇട്ടിരിക്കും, അതേപോലെ നമുക്ക് നിസ്കരിക്കാം. ഇനിയിപ്പോൾ ഒരു 2-3-4 ആളുകൾ ഫ്രണ്ട്സ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും, വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ട് അതേപോലെ ആങ്കർ, ഒരു താൽക്കാലിക ആങ്കർ നമ്മൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തൂക്കിയിടാം, വൃത്തികേടുള്ളതൊക്കെ ഇവിടെ തൂക്കിയിടാം. പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ അവർക്ക് അറിയില്ല, ബാക്കിലാണ്. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ അവിടെ വെക്കുക. ഞാൻ പിന്നെ വളരെ ചെറിയ കുക്കിംഗ് ഒക്കെ ഉള്ളൂ, ഒരു അരി, കുറച്ച് പച്ചക്കറി. ഇതിന് ഇനി വേറൊരു സ്റ്റാൻഡ് കണ്ടെത്താൻ നിൽക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നേരെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടോ. അതിൻ്റെ മേലെ ചെറിയൊരു തൊലാബ് കേട്ടോ, ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ഇവിടെ ഒരെണ്ണം ഫിറ്റാക്കി. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ റൂമിൽ കഴിയണതും ഇതുപോലത്തെ തോലാബുകൾ, അലമാരകൾ, റാക്കുകളൊക്കെ ഫിറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ലാഭം കിട്ടും. ചിലവരൊക്കെ കണ്ടാണ് ചെറിയ റൂമിൽ ഒന്നായിട്ട് പരത്തിയിട്ടിട്ട്, അത് നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഞാൻ ചെയ്തൊരാണ് ഇതാണ്ടോ, ചെറിയൊരു ഡ്രസ്സൊക്കെ വെക്കാൻ. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, സ്മെല്ലുണ്ടാവില്ല. ഇതിനകത്ത് പിന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ വെക്കുക കേട്ടോ. ഇങ്ങനെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുക. അതേപോലെ നമ്മൾ പഴയ വസ്ത്രങ്ങൾ, നമ്മളിപ്പോൾ സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ഒരു ഇതിലിട്ട് വെക്കും. ഷൂവൊക്കെ ഇങ്ങനെ അടിയിൽ വെക്കും. അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡത്തെ ഒരു കള്ളിയിൽ മൂലൊക്കെ വെക്കും. പിന്നെ ഞാൻ ഈ റൂം ഞാൻ പറഞ്ഞില്ലേ 2 മീറ്റർ നീളം 2 മീറ്റർ വീതി. പിന്നെ ഒരു ബാത്റൂം ഇപ്പുറത്താണുള്ളത്. ബാത്റൂം ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയൊരു കിച്ചൺ സ്പേസ്. ഇത് ഒന്നിച്ച് ബാത്റൂം ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ അവനോട് പറഞ്ഞു ഇത് പറ്റില്ല, ബാത്റൂം ഒന്ന് ചെറുതാക്കിയിട്ട് എനിക്ക് ചെറിയൊരു കിച്ചൻ്റെ സ്പേസ് വേണം. കാരണം ഒന്നാമത് ഭക്ഷണം ഉണ്ടാക്കലും പിന്നെ ബാത്റൂം ഒന്നിച്ച് പറ്റൂല. അങ്ങനെ വേറെ ഡോറ് ഫിറ്റാക്കി തന്നു. ഇവിടെ ചെറിയൊരു സ്പേസ് കണ്ടില്ലേ, ഇങ്ങനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളം വെച്ചിട്ടുണ്ട്, കുടിവെള്ളം. അതേപോലെ ചെറിയൊരു മേശയും ചെറിയ ഗ്യാസും. ഇത് വലിയ ഗ്യാസ് വെക്കാൻ വേണമെങ്കിൽ, പക്ഷേ എനിക്ക് വലിയ ഗ്യാസിനോട് താല്പര്യമല്ല. നമ്മൾ എന്താ വെച്ചാൽ ഡേഞ്ചറാണ് വലിയ ഗ്യാസ്. ചെറിയ കുക്കിങ്ങും പരിപാടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചെറിയ ഗ്യാസ്. അതേപോലെ തന്നെ ഇവിടെ വാഷ് ബേസ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണ സംബന്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇതിക്ക് തുപ്പുക അങ്ങനെയൊന്നും ചെയ്യൂല, ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ കണ്ണാടി. പിന്നെ ഒരു വേസ്റ്റ് ബക്കറ്റ്, ഇത് നിർബന്ധമാണ് എല്ലാവർക്കും. വേസ്റ്റ് സാധനങ്ങൾ ഇതേപോലെ വേസ്റ്റ് പിന്നെ ബക്കറ്റിലിട്ട് വെക്കുക, കൊണ്ടുപോയി വൈകുന്നേരം കളയുക. പിന്നെ ബാത്റൂം പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ. ഈ ബാത്റൂമിൽ ഞാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ വളരെ ചെറിയ ബാത്റൂമാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഷവറുണ്ട്, പൈപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഈ ക്ലോസറ്റ് സാധാരണ. അപ്പോൾ ഇവിടെ ഷാമ്പു, അതേപോലെ ഇതെല്ലാവരും മേടിക്കണം. ചെറുതായിട്ട് നമുക്ക് വിയർപ്പൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ വിയർപ്പ്, ചെളിയൊന്നും ഉണ്ടാവില്ലല്ലോ ഈ അവസരമാർക്ക്. അപ്പോൾ ഇതേപോലെ ഉള്ള ലിക്വിഡ് ഏതാണ് ഇത്, പിന്നെ ഫ്രഷ് ഫാബ്രിക് സോഫ്റ്റ്നർ. നമ്മൾ അലക്കിൻ്റെ ശേഷം ഇതിലൊന്ന് മുക്കി കഴിഞ്ഞാൽ ഭയങ്കര നല്ല സ്മെല്ലായിരിക്കും. സോപ്പ് പൊടി അവിടെ വെക്കും കേട്ടോ. ഇവിടെ വന്നിട്ട് ചെറിയൊരു സ്പേസിലാണ്. പിന്നെ അലക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഒരു കമ്പി ഉണ്ടാക്കി വെച്ചിട്ട് അതുമ്പോൾ തൂക്കിയിടും. എന്നിട്ട് ഈ വെള്ളം ഒക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ, ഇവിടെ സൗദി അറേബ്യയെ സംബന്ധിച്ച്
പെട്ടെന്ന് ഉണങ്ങും, നമുക്ക് വെയിൽ വേണമെന്നില്ലല്ലോ. പക്ഷേ ഈ വെള്ളമൊക്കെ വലിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റും, റൂമിലോട്ട് മാറ്റും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടും. ഇനിയിപ്പോൾ ഇതൊക്കെ പോകാമല്ല കേട്ടോ, അതൊരു കട്ടിലാണ്. ആ കട്ടിൽ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. കാരണം ഇതേപോലത്തെ വളരെ ചെറിയ, ഇതിപ്പോൾ കുറച്ച് 2 ഉണ്ട്, അത്രയും അതിലും വലുപ്പം കമ്മിയുള്ള റൂമിലേക്ക് പറ്റിയ കട്ടിലാണത്. എൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, വെള്ളം എപ്പോഴും സ്റ്റോക്ക് ചെയ്യുക. നമ്മൾ 8 റിയാൽ കൊടുക്കണം ബഗാലിയിൽ നിന്നൊരു വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് എന്ത് ചെയ്യുക, 2 റിയാലിന് നമുക്ക് ഈ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിറച്ച് തരും. അതേമാതിരി ചിലവർ ടാങ്കിൽ നിന്ന് നിറച്ച് തരും 2 റിയാലിന്. അതുപോലെ സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റിയാദിലുള്ള ഒരു ബത്തുക പോലത്തെ ഏരിയ കൂടെ മേടിക്കുക. പിന്നെ ലുലു, ബാൻഡ, പിന്നെ പാണ്ടയിലൊക്കെ ചെറുതായിട്ടുള്ള ഓഫറുകൾ വരലുണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ കട്ടിൽ ഞാൻ എന്ത് ചെയ്യും, ഈ കട്ടിലിൻ്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും കയറി കിടക്കൂല. നമ്മൾ ഓടി വന്ന് നമുക്ക് ഈ ഹൗസ് ഡ്രൈവർമാരുടെ ശരീരം വീക്കാൻ തന്നെ കാരണം എന്താ അറിയോ, നമ്മൾ വരിക, കിടക്കുക, ആ കിടത്ത ഇതിൽ ഒഴിവാകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ കസാരയിൽ ഇരിക്കും, ഫോണിലൊക്കെ കളിക്കണേയും ഇരുന്ന് കളിക്കും, ചിലപ്പോൾ ഇവിടെ ഇരിക്കും. അങ്ങനെ കിടക്കാൻ മാത്രം കയറി കിടക്കും. ഇതാണ് എൻ്റെ ബെഡ്, ഉണ്ടല്ലേ, കിടക്കാൻ മാത്രം മേലെ കിടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ കിടക്കാൻ മാത്രം രാത്രി കയറി കിടന്നാൽ മതി, എപ്പോഴും കയറി കിടക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. പിന്നെ AC ഇതാണ് ഇവിടെ ഉണ്ട്, പക്ഷേ ACൻ്റെ ഡയറക്റ്റ് തണുപ്പടിക്കാതിരിക്കാൻ തല ഇങ്ങോട്ട് വെക്കും. ഇനി അങ്ങോട്ട് വെച്ചാലും പ്രശ്നമില്ല, ACൻ്റെ അത് ഉണ്ടാവും, ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അങ്ങനെ കേട്ടോ. ഇതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് എനിക്ക്, ഈ കട്ടിൽ കൊണ്ടുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇതില്ലായിരുന്നു കേട്ടോ, പിന്നെ ഫിറ്റാക്കിയതാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ, ഇവിടെയൊക്കെ ഞാൻ സ്റ്റോറേജ്, ഇത് അറിയില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ അലമാരൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തു, ഒരു പലക വെച്ചിട്ട് അതുമ്മ വെച്ചേക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ കാണുന്നവർക്കോ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നമുക്കൊന്നും തട്ടിത്തടച്ചിലൊന്നും ഉണ്ടാവില്ല. അവിടെ കയറ്റി വെച്ചാൽ അതവിടെ നിന്ന് കേട്ടോ. വളരെ ചെറിയ റൂമാണ്, ആ റൂമിലാണ് ഈ സെറ്റപ്പ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇവിടേക്ക് ഇനി ഒരു 5 ആളിൻ്റെ ഫ്രണ്ട്സ് വന്നാലും എനിക്ക് കുഴപ്പമില്ല, സുഖസുന്ദരമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. കിച്ചൺ സെപ്പറേറ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മെയിനായിട്ട് എന്താ അറിയോ, ഇതേപോലെയുള്ള തോലാബുകൾ, അലമാരകൾ, ഇത് റാക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഉപകാരം കിട്ടും. അപ്പോൾ ചങ്കളെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നന്ദി, നമസ്കാരം.